ഇപ്പം നമുക്ക് നല്ല കാലാവസ്ഥയൊക്കെ ആയതുകൊണ്ട് ഈ പച്ചക്കറികളൊക്കെ നട്ടാൽ നന്നായിട്ട് വളർന്നു വരും. നല്ല വലിയ മഴയും ഒന്നും ഇല്ല. ഇടയ്ക്കെങ്ങാനും ഒരു പെയ്താലേ ഉള്ളൂ. ഇപ്പം നല്ല ഒരു വെയിലും ഒക്കെ ഉള്ള ഒരു സമയമാണ്. ഞാൻ നമ്മുടെ പയറും ചെറിയുള്ളിയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഇപ്പോൾ ഈ ഒരു ഇത്രയും ആയിട്ടുണ്ട്. കുറേയൊക്കെ കുഞ്ഞുള്ളിയെല്ലാം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ ഒച്ചിൻ്റെ ശല്യം ഉണ്ടായിരുന്നു ഇതിനകത്ത്. അപ്പോൾ അങ്ങനെ പിന്നെ കിട്ടിയതാണ് അതൊക്കെ. പിന്നെ നമ്മുടെ മുളകും ഉണ്ടമുളകും തക്കാളി വഴുതനയും എല്ലാം ഉണ്ട്. പിന്നെ നമുക്ക് അങ്ങനെ വലിയതായിട്ടുള്ള കൃഷികളൊന്നും ഇല്ലെങ്കിലും നമുക്ക് അത്യാവശ്യം വീട്ടിലോട്ട് എടുക്കാനായിട്ടുള്ള പച്ചക്കറികളൊക്കെ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെ ഉണ്ട്. പച്ചമുളകൊക്കെ ഇതെല്ലാം നമ്മൾ പ്രൂൺ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ ഈ ഒരു ചാക്കിൽ 2 ചേന നട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിന്ന് വിളവെടുക്കാമെന്ന് വിചാരിച്ച്. നിങ്ങൾ കണ്ടില്ല അതിൻ്റെ ആ ഒരു ഇലയെല്ലാം തന്നെ തണ്ടെല്ലാം വാടി കിടപ്പുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കുറച്ചും കൂടി നേരത്തെയാണ് ഈ ചേമ്പും ചേനയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം അത് ഈ ഒരു സമയത്ത് പറിച്ചെടുക്കുന്നു. അപ്പോൾ സാധാരണ ഒരു വൃശ്ചികം, ധനു ഈ ഒരു സമയത്തൊക്കെയാണ് ഈ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ ഇങ്ങനെ വിളവെടുക്കുന്നത്. അതായത് ചേമ്പ്, ചേന, കാച്ചിൽ, കൂവ. നിങ്ങൾ ഈ ധനുമാസത്തിലെ തിരുവാതിര മാസം, അതായത് തിരുവാതിര വ്രതം ആ ഒരു ടൈമൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ? ആ ഒരു സമയത്തൊക്കെ നമ്മൾ ഈ തിരുവാതിര പുഴുക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു പറിച്ചെടുത്തിട്ടുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് ഈ കൂവയും ഒക്കെ അതിനകത്തുള്ളതാണ്. അപ്പം നമുക്ക് ഇനി കൂവയും കാര്യങ്ങളും ഒക്കെ പറിച്ചെടുക്കാനായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങളെ പിന്നെ കാണിച്ചു തരാം. പിന്നെ ഞാൻ ഈ ഒരു ചാനലിലാണെങ്കിൽ ചേമ്പും അതുപോലെ തന്നെ ചേനയും ഇതൊക്കെ നടുന്നതും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നടുന്ന എല്ലാ വീഡിയോസും ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ ചാക്കിൽ ചേന എങ്ങനെയാണ് നടുന്നത് എന്നൊക്കെയുള്ളതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ അവസാനം ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. നമ്മൾ പ്രാവശ്യം 3 ചേനയാണ് കേട്ടോ നട്ടിട്ടുണ്ടായിരുന്നത്. ഒന്ന് വീടിൻ്റെ ഫ്രണ്ട് വശത്ത് നമ്മളൊരു നിലത്ത് മണ്ണിൽ നട്ടിട്ടുണ്ടായിരുന്നു ഒരെണ്ണം. അതൊരു കുഞ്ഞ് ചേനയായിരുന്നു. പിന്നെ ഒരു കുഞ്ഞ് ചേന മേടിച്ചതിനകത്ത് അത് 2ആയിട്ട് മുറിച്ചിട്ട് നമ്മൾ ഈ ഒരു 2 ചാക്കിൽ നട്ടു വെച്ചു. നമ്മൾ ഈ ചേനയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേമ്പിൻ്റെ കൂട്ട് അത്രയും വലിയ വളങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്കിപ്പോൾ ഇപ്പം നമ്മൾ ജോലിയൊക്കെ ഉള്ളവരാണെങ്കിലും നമ്മുടെ വീട്ടിലൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു ചെറിയ ടൈമൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ ചെറുതായിട്ടൊരു കുഞ്ഞ് ചേനയൊക്കെ എടുത്തിട്ട് ഇതുപോലെ ചാക്കിൽ കുറച്ച് കരിയിലയും ഒക്കെ ഇട്ടിട്ട് നമ്മളിതുപോലെ ചുമ്മാ ഒന്ന് ജസ്റ്റ് ഒന്ന് കൊണ്ടുവച്ചാൽ മതി. പിന്നെ ഇടയ്ക്കൊക്കെ നമുക്ക് ഈ ഒരു മഴ ആ ഒരു സമയത്തൊക്കെ നമുക്ക് കുറച്ച് പച്ചിലയും അതുപോലെ തന്നെ എന്താ പറയുക ചാണകപ്പാൽ അല്ലെങ്കിൽ ഈ ആട്ടിൻ കാഷ്ടമൊക്കെ കുറച്ചുകൂടെ എന്താ പറയുക കുറച്ച് വെള്ളത്തിലൊക്കെ ഒന്ന് നേർപ്പിച്ചിട്ട് അങ്ങനെയൊക്കെ ഒഴിച്ചു കൊടുത്താലൊക്കെ മതി. വലിയ വളങ്ങളൊന്നും ഇട്ട് കൊടുക്കണ്ട. പിന്നെ ഒരു 7-8 മാസമൊക്കെ കഴിയുമ്പോൾ ഇതുപോലെ നമുക്ക് ഇതിനകത്തുനിന്ന് ചേന കിട്ടുന്നതായിരിക്കും. പിന്നെ ഞാൻ ഈ ചാണകപ്പാൽ എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ ഇട്ടൊരു വീഡിയോയ്ക്കകത്താണെങ്കിൽ ഒരാൾ പറഞ്ഞു എന്തിനാണ് ചാണകത്തിനെ പാലെന്നൊക്കെ പറയുന്നതെന്ന്. നമ്മുടെ ഇവിടെയൊക്കെ ചാണകപ്പാലെന്ന് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. ഇപ്പോൾ ഇനി അങ്ങനെ പറയുന്നത് ഒരു തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ചാണകമായാലും ആട്ടിൻ്റെ കാഷ്ടമാണെങ്കിലും എല്ലാം പച്ചിലയൊക്കെ തന്നെയാണ്. അപ്പോൾ അതിനകത്ത് ഏതാണ്ട് വലിയൊരു ഇതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇനി അങ്ങനെ പറഞ്ഞത് ഒരു തെറ്റായിട്ടും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ചാണക വെള്ളമൊന്നും നമ്മൾ ഇവിടെ അങ്ങനെ പറയാറൊന്നുമില്ല. ചാണകപ്പാലെന്നാണ് പറയാറുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചാണകപ്പാലെന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അങ്ങനെ വലിയൊരു വലിയ പരിചരണമൊന്നും വേണ്ടാത്തൊരു സംഭവം തന്നെയാണ് ഈ ഒരു ചേന എന്ന് പറഞ്ഞാൽ. പിന്നെ നമ്മൾ ഈ ചേന, ചേമ്പ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ താഴോട്ടല്ല പോകുന്നത്, മുകളിലോട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഇടയ്ക്കൊക്കെ എന്താ പറയുക ഇങ്ങനെ മണ്ണൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. അത്രയൊക്കെ ഉള്ളൂ. പിന്നെ നമ്മളങ്ങനെ വലിയ വലിപ്പത്തിലൊക്കെ നമ്മളിതിപ്പോൾ നമ്മൾ വീട്ടിൽ നമ്മൾ ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു ചേന സംഭവങ്ങളൊക്കെയാണ്. നമ്മളല്ലാതെ ഒരു ബിസിനസ് പരമായിട്ടൊക്കെ വലിയ കൃഷിയൊക്കെ ആയിട്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒത്തിരി വളങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ വീഡിയോ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ അവസാനം കൊടുത്തേക്കാവേ. അപ്പോൾ കണ്ടില്ലേ നല്ല സൂപ്പറായിട്ടൊരു കുഞ്ഞു ചേന കിട്ടിയിട്ടുണ്ട്. കുഞ്ഞു ചേന എന്നല്ല കേട്ടോ, ഇത് അത്യാവശ്യം നല്ല ഭാരമൊക്കെ ഉള്ളൊരു ചേന തന്നെയായിരുന്നേ. നമ്മൾ ഈ സാധാരണ ചേമ്പ് പറിക്കുമ്പോൾ അതിനകത്തുനിന്ന് ഇങ്ങനെ തുരുതുരാന്ന് കുഞ്ഞു കുഞ്ഞ് ഇങ്ങനെ വിത്തുകൾ കിട്ടത്തില്ല, അതുപോലെ ആയിരുന്നു കേട്ടോ ചേന. നിങ്ങളിപ്പോൾ കണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവും. ചാക്കിനകത്ത് ഫുള്ള് നന്നായിട്ട് നിറഞ്ഞ് നിൽക്കുകയായിരുന്നു. പിന്നെ ഈ ഒരു മണ്ണെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നമ്മുടെ ഈ ഒരു മണ്ണെന്ന് പറഞ്ഞാൽ ഇത് അമ്ലത കൂടിയിട്ടുള്ള മണ്ണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഈ കുമ്മായം ഒക്കെ ഇട്ടിട്ട് ഒരു 7-8 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് ആ മണ്ണാണ് എടുത്തിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ചേന നട്ടിട്ടുള്ള ആ മണ്ണ് തന്നെയാണ് ഇപ്രാവശ്യം എടുത്തിട്ടുള്ളത്. ആ ഒരു ചാക്കിലൊക്കെ തന്നെയാണ് ഈ നട്ടും വെച്ചേക്കുന്നത്.
ഞാൻ ഈ മണ്ണെല്ലാം സൂക്ഷിച്ച് വെക്കുന്നത് അടുത്ത പ്രാവശ്യം വീണ്ടും അതിപ്പോൾ ചേനയ്ക്കായാലും അല്ലെ വേറെ എന്തെങ്കിലുമൊക്കെ കൃഷിക്കൊക്കെ ആണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇത് കുറേ നാൾ നമുക്ക് ഈ ഒരു മണ്ണൊക്കെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ അമ്ലതയുള്ള മണ്ണാണെങ്കിലും അല്ലേലും നമ്മൾ അതിൻ്റെ കൂടെ കുറച്ച് ഇച്ചിരി കുമ്മായം കൂടെ ഒക്കെ ഇട്ടിട്ടൊന്ന് ട്രീറ്റ് ചെയ്തിട്ട് വേണം ആ മണ്ണ് എടുക്കാനായിട്ട്. പിന്നെ വീണ്ടും കുറച്ചുകൂടെ വളങ്ങളൊക്കെ ഒന്ന് കൂടുതൽ ചേർക്കണമെന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുകൊണ്ട് എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ മണ്ണിലൊക്കെ ചേന നട്ട് അത് കിളച്ചൊക്കെ എടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ഈസിയാണ് ഇതുപോലെ ഈ ഒരു ചാക്കിലൊക്കെ നടുന്നത്. നമുക്കങ്ങനെ വലിയ പരിചരണവും ഇല്ല. പിന്നെന്താ പറയുക, എളുപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് കമിഴ്ത്തിയിട്ടിട്ട് എളുപ്പം നമുക്ക് ഈ ഒരു ചേന എടുക്കാനായിട്ടും പറ്റും. കണ്ടില്ലേ, നന്നായിട്ട് ചേന കിട്ടിയിട്ടുണ്ടായിരുന്നേ. നന്നായിട്ട് നല്ല കുഞ്ഞു കുഞ്ഞു വിത്തുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ചേനയൊക്കെ വെച്ചിട്ട് ചേന എരിശ്ശേരി, ചേന പുഴുങ്ങണം, പിന്നെ ചേന നമ്മൾ ഈ ഉപ്പേരി പോലെ മറ്റേ വറ്റലൊക്കെ പോലെ വെക്കത്തില്ലേ, അങ്ങനെ ചെയ്യാം. പിന്നെ നമുക്ക് മസാലയൊക്കെ ചേർത്തിട്ട് മീനൊക്കെ വറക്കുന്ന പോലെ ചെയ്യാം. അത് ഭയങ്കര ടേസ്റ്റാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ കാണിക്കാവേ. അപ്പോൾ കണ്ടില്ല, നല്ല ചേമ്പിൻ്റെ വിത്ത് പോലെയൊക്കെ ഇരിക്കുന്നുണ്ട്. നല്ല, എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യമാണ് കൂടുതലും ഇത്രയും വിത്തുകൾ കിട്ടിയത്. കഴിഞ്ഞ പ്രാവശ്യമൊന്നും അങ്ങനെ വലിയൊരു കുഞ്ഞു ചേനയൊക്കെ ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് ഗൈസ്. ഞാൻ ഈ ഒരു ചാനലിൽ പച്ചക്കറികൾ നടുന്നതും അതുപോലെ അതിന് വളപ്രയോഗങ്ങളൊക്കെ നൽകുന്നതും അത് വിളവെടുക്കുന്നതും അങ്ങനെ എല്ലാ വീഡിയോസും ഞാനകത്ത് ഇടാറുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ആവും. പിന്നെ അതുപോലെ നമുക്ക് ഈ വിഷമൊന്നും ഇല്ലാത്ത പച്ചക്കറികൾ നമ്മുടെ വീട്ടിൽ ഉൽപ്പാദിപ്പിക്കാനായിട്ടും പറ്റും. പിന്നെ ഈ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു കൃഷികളും ഗാർഡനിങ്ങും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുഞ്ഞു കുഞ്ഞു സന്തോഷവും കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോസൊക്കെ എല്ലാവരും ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്